ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് റവ കൊണ്ടുള്ള സ്വീറ്റ് റെസിപ്പിയാണ്. തമിഴ്നാട് സ്പെഷ്യലായ സ്വീറ്റ് റവ പണിയാരം. ഏകദേശം ഉണ്ണിയപ്പത്തിൻ്റെ അതേ ഷേപ്പ് തന്നെയാണ്, പക്ഷേ ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഉണ്ണിയപ്പത്തിന് നമ്മൾ മാവെല്ലാം കുറച്ച് നേരം മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കി വെക്കും. അതിൻ്റെ കൂട്ടെല്ലാം കുറച്ച് വ്യത്യസ്തമാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ റെഡിയാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. റവ പണിയാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം. അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് സാധാരണ വെള്ളം എടുക്കാം, പ്ലെയിൻ വാട്ടർ. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം, ഒന്ന് കുതിർന്ന് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചെറിയൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നാളികേരം ഇതുപോലെ കൊത്താക്കി എടുക്കുക, പീസസ് ആക്കി എടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ആക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് അതിൽ ഉപയോഗിക്കാം കേട്ടോ. കാഷ്യൂനട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. നാളികേരം എടുക്കാം. നാളികേരം എടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് നീക്കി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ റവ എന്തായി നോക്കാം. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് റവ. ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു 1.5 ഗ്ലാസ് തന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ശർക്കര ആഡ് ചെയ്തോളൂ. ഇപ്പോൾ ഈ ശർക്കരയിൽ കല്ലില്ല, അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ തന്നെ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്ലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പാനിയാക്കി എടുത്ത് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വെള്ളം അധികം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. കുറച്ച് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കായയുടെ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി ഇനി നമുക്ക് നമ്മളിത് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ആ നാളികേരത്തിൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലെവലായിരിക്കണം കേട്ടോ. ഇതായിരിക്കണം നമ്മുടെ ബാറ്റർ കൺസിസ്റ്റൻസി. അത് ശ്രദ്ധിക്കുക. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ അതേപോലെ തന്നെ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ഉണ്ടാക്കാനുള്ള ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിലോ അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതാ കണ്ടില്ലേ, വല്ലാണ്ട് ഫില്ല് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിനാവുമ്പോൾ കുറച്ച് നേരം വെക്കേണ്ടി വരും. ഇത് അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മാവ് റെഡിയാക്കി ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ശർക്കര ഞാൻ മുഴുവനോട് കൂടെ ചേർത്തതിൻ്റെ പേരിലാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തത്. അതല്ല, ശർക്കര പാനിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റവയിൽ ആ പാനി അരിച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിക്കേണ്ട കാര്യമില്ല. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്കതൊന്ന് തിരിച്ചിടാം. കണ്ടില്ലേ, ഇത് ചീനച്ചട്ടിയിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഓരോ സ്പൂൺ അതിലേക്ക് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നൊന്നായിട്ട് നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ നമുക്കങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പണിയാരം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് നെയ്യല്ലേ ഞാൻ ഒഴിച്ചുള്ളൂ. കണ്ടില്ലേ, ഇനി ബാക്കിയുള്ള മാവ് ഉപയോഗിച്ച് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അധികം സമയത്തിൻ്റെ ഒന്നും കാര്യമില്ല. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരു 45 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പെട്ടെന്നായി കിട്ടും. 4 മണിക്കൊക്കെ നല്ലതാണ്. തന്നെയല്ല, ഇത് 1-2 ദിവസം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. കേടാവൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പണിയാരം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടെ സെർവ് ചെയ്യാലോ. ഇതാ കണ്ടില്ലേ, ഒരു ഡിഫറെൻ്റ് ആയിരിക്കും ടേസ്റ്റ്. കാണാൻ ഉണ്ണിയപ്പം പോലെ ഉണ്ടെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഉണ്ണിയപ്പത്തിനേക്കാളും കുറച്ചും കൂടെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഗസ്റ്റ് വരാണെങ്കിലും നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് വെച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. അപ്പോൾ നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ് റവ പണിയാരം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് മനക്കുട്ടൻസ് കിച്ചൻ്റെ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. ഇന്നും 4 പേർ നമുക്ക് മനക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. ആദ്യത്തേത് ലേഡീസ് ഫിംഗർ ഫ്രൈ റെസിപ്പി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് സ്മിത സുരേഷ്, പെരിഞ്ഞനം, തൃശ്ശൂർ. താങ്ക് യു സ്മിത സുരേഷ്. അടുത്തത് റവ ആപ്പം ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് എം സരസ്വതി, പുതുക്കാട്, തൃശ്ശൂർ. താങ്ക് യു സരസ്വതി. അടുത്തത് റവ ആപ്പം വിത്ത് വൈറ്റ് ചട്നി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ജിഷ ജോബി, ആളൂർ, തൃശ്ശൂർ. താങ്ക് യു ജിഷ ജോബി. അടുത്തത് സോയ ചങ്ക്സ് ഫ്രൈ ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ജിഷ്മ ശിവരാജ്, കോണത്തുകുന്ന്, തൃശ്ശൂർ. താങ്ക് യു ജിഷ്മ ശിവരാജ്. ഇനി നിങ്ങൾക്കും ഇതുപോലെ മനക്കുട്ടൻസ് കിച്ചൺ റെസിപ്പി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മനക്കുട്ടൻസ് കിച്ചണ് അക്കൗണ്ട് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഫോട്ടോകൾ അയച്ചു തരാവുന്നതാണ്. ഞങ്ങളതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.